ഇന്നൊരു പക്ഷേ നമ്മുടെ യുവാക്കളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചിൽ ഏറ്റവും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നോ ഷുഗർ ഡയറ്റ്. അതായത് പഞ്ചസാര പൂർണ്ണമായിട്ടും നമ്മൾ ഉപേക്ഷിക്കുക എന്നൊരു കാര്യം. ഇന്ന് നമ്മുടെ കേരളത്തിൽ തന്നെ പഞ്ചസാരയുടെ ഓവറോൾ സെയിൽസിൽ ഏകദേശം 50% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സത്യത്തിൽ പഞ്ചസാര, അതായത് വെളുത്ത വിഷം എന്ന് പറയുന്ന പഞ്ചസാരയുടെ ഉപയോഗം നമ്മൾ പരമാവധി കുറയ്ക്കുകയോ അല്ലെങ്കിൽ അത് കഴിക്കാതിരിക്കുന്നതോ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലത് തന്നെയാണ്. കാരണം അമിതവണ്ണം, അതുപോലെ തന്നെ പ്രമേഹ രോഗം, ഫാറ്റി ലിവർ പോലുള്ള ഒട്ടനവധി രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് വളരെയേറെ സഹായിക്കുന്നുണ്ട്. എന്ന് കരുതി മധുരം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നൊരു രീതി ഇതിൻ്റെ അകത്ത് എങ്ങും പറയുന്നില്ല. കാരണം പഞ്ചസാര മാത്രമല്ല നമ്മുടെ നാട്ടിൽ മധുരം ആയിട്ട് കിട്ടുന്ന ആഹാരങ്ങൾ. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ആളുകൾക്ക് പറ്റുന്ന മെയിൻ ആയിട്ടുള്ള ഒരു തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചസാര ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പലപ്പോഴും മധുരം എന്ന് പറയുന്ന ഒരു ടേസ്റ്റിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ കൂടി വരുന്നുണ്ട്. സത്യത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് മധുരം വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. കാരണം ഗ്ലൂക്കോസ് കണ്ടന്റ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് അത്യാവശ്യം കിട്ടേണ്ടത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന രീതിയിൽ പ്രോസസ്സ് ചെയ്ത് വരുന്ന ഷുഗർ, അതായത് ഐസ്ക്രീം, പേസ്ട്രീസ്, ചോക്ലേറ്റ്, മിഠായികൾ, അതുപോലെ നമുക്ക് കിട്ടുന്ന ബേക്കറി ഐറ്റംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ഷുഗറിന് പകരമായിട്ട് നാച്ചുറൽ ഷുഗർ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കിട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ്. പലപ്പോഴും നമുക്ക് ഈ പറയുന്ന ഫ്രൂട്ട്സ് കഴിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ കാർബോഹൈഡ്രേറ്റ് ചേർന്നിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ധാന്യങ്ങളും മറ്റും കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് ഹെൽത്തി ആയിട്ടുള്ളത് അല്ലെങ്കിൽ നാച്ചുറൽ ഷുഗർ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കിട്ടുന്നതിന് വളരെയേറെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വരുന്ന ഷുഗർ ആകുമ്പോൾ നമ്മുടെ ശരീരത്തിന്, അതായത് നമ്മളിപ്പോൾ ഒരു ഓറഞ്ച് പൂർണ്ണമായിട്ട് കഴിക്കുന്നു എന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ചിന്തിച്ചോളൂ. ആ ഒരു സമയത്ത് അതിൻ്റെ അകത്തുള്ള ഫൈബർ കണ്ടന്റ്, വൈറ്റമിൻസ്, ആൻറ്റി ഓക്സിഡൻസ്, ഒപ്പം നാച്ചുറൽ ഷുഗറാണ് നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഫ്രൂട്ട്സും മറ്റും കഴിച്ച് ഷുഗർ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ അളവിൽ നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ പലപ്പോഴും ഈ ആളുകൾ ഭയങ്കരമായിട്ട് മെലിഞ്ഞതിന് ശേഷം ഇവർക്ക് എന്തോ ഒരു രോഗം ബാധിച്ചതുപോലെ നമുക്ക് കാണുന്ന പലരെയും കാണാൻ പറ്റും. അത്യാവശ്യം വണ്ണം വെച്ചിരുന്നിട്ട് പെട്ടെന്ന് ശരീരം ശോഷിച്ചു പോയതുപോലെ കാണുന്ന പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട്. അപ്പോൾ ഈ ഒരു രീതി നമ്മൾ കാണിക്കുന്നത് തികച്ചും തെറ്റാണ് എന്നുകൂടി പറയുകയാണ്.